കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ദേശീയതലം വരെ ശ്രദ്ധിക്കുന്ന, കേരളത്തിലെ CPM-ന്റെ ഇന്നത്തെ നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ജി സുധാകരൻ LDF വിട്ട് CPM വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു, UDF പാളയത്തിലെത്തുന്നു. അങ്ങനെ ഒരു മത്സരമാണ് അമ്പലപ്പുഴയുടെ പ്രത്യേകത തന്നെ അതുപോലെയായിരുന്നു. അമ്പലപ്പുഴയെ സംബന്ധിച്ച് 2011-ലെയും 16-ലെയും 21-ലെയും ചിത്രം നമുക്ക് പരിശോധിക്കാം. 2011-ൽ ജി സുധാകരൻ അവിടെ മത്സരിക്കുന്നു, 63,726 വോട്ടിന്. അന്ന് UDF സ്ഥാനാർത്ഥിയായ M ലിജു ആണ്, 47,148 വോട്ടാണ്. അന്ന് 16,580 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജി സുധാകരൻ അവിടെ നിന്ന് വിജയിക്കുന്നു. 2016-ലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും 63,069 അദ്ദേഹത്തിന്റെ വോട്ട് നിലനിർത്തിയിട്ടുണ്ട്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഷേഖ് പി ഹാരിസ് ആണ് എത്തുന്നത്. ഷേഖ് പി ഹാരിസ് ഘടകകക്ഷിയുടെ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അവിടെ എത്തിയെങ്കിലും ഷേഖ് പി ഹാരിസിന് ആ മട്ടിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 40,448 വോട്ടേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവിടെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നു. 2021-ൽ ജി സുധാകരനെ പോലെ അമ്പലപ്പുഴയിൽ നിന്നാൽ പാട്ടുംപാടി ജയിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ 2 ടേം വ്യവസ്ഥ വെച്ച് മാറ്റിയിട്ട് അദ്ദേഹം തന്നെ എല്ലാ തവണയും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും രസകരമായ സംഭവം, എല്ലാ തവണ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ച വരുമ്പോഴും അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന അദ്ദേഹം ആദ്യം H സലാമിന്റെ പേര് വെക്കും. അപ്പോൾ എല്ലാവരും കൂടി പറയും വേണ്ട H സലാം വേണ്ട, ജി സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് പറയുന്നു. 2021-ൽ ഇങ്ങനെ H സലാമിന് പേര് വെക്കണം, എന്നാൽ H സലാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അതിനുശേഷം വലിയ ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു. ഇനി മത്സരിക്കാൻ അവസരം കിട്ടാത്തതിലൊക്കെ അത് പലതരത്തിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും H സലാം പരാജയപ്പെടുമെന്നൊക്കെ, ജി സുധാകരനെ മാറ്റിയാൽ ഈ മണ്ഡലമാകെ തകർന്നു പോകും, അല്ലെങ്കിൽ അവിടെ LDF വിജയിക്കില്ല, ജി സുധാകരന്റെ മികവിലാണ് ജയിച്ചതെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. H സലാം അവിടെ അദ്ദേഹം പിടിച്ച വോട്ടിൽ നിന്ന് 2,000 വോട്ടിന് വ്യത്യാസം മാത്രമാണ് H സലാമിന്റെ ഭാഗത്തു നിന്നുണ്ട്. UDF വോട്ട് സ്വാഭാവികമായും വർദ്ധിച്ചു. അവിടെ 11,125 വോട്ടിന്, അത് മാന്യമായ ഭൂരിപക്ഷം, പകുതിയായെങ്കിൽ പോലും മാന്യമായ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് H സലാമും അവിടെ വിജയിച്ചത്. ഇത്തവണ ഇതേ H സലാമിന് എതിരാളിയായി ജി സുധാകരൻ എത്തുന്നു. ജി സുധാകരൻ എത്തുമ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് MV ഗോവിന്ദനൊക്കെ പറഞ്ഞത് കേരളത്തിൽ മറ്റെവിടെ തോറ്റാലും അമ്പലപ്പുഴയിൽ തോക്കരുത്, കാരണം ജി സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ച് മറുകണ്ഠം ചാടിയ ഒരാളാണ്, അയാളെ പരാജയപ്പെടുത്തണം എന്നുള്ളൊരു വാശിയിൽ പാർട്ടി നിൽക്കുന്നു. അപ്പോൾ ജി സുധാകരന് എന്തൊക്കെയായാലും ഇത്രയും കാലം ഇടതുമുന്നണിയിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ, അനുഭാവികളിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ, അതിലൊക്കെയാണ് സ്വാഭാവികമായും UDF വലിയ പ്രതീക്ഷ വെക്കുന്നത്. പക്ഷേ അപ്പോഴും പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല H സലാം. അതാണ് ഫാക്ടർ. എന്തായാലും H സലാമിൻ്റെ ആ മണ്ഡലത്തിലെ ഏറ്റവും സാധ്യത മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ സലാമിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുമോ എന്നതാണ്. രാഷ്ട്രീയത്തിനപ്പുറം അത് സംഭവിക്കുമോ എന്ന് അത് ഏറെക്കുറെ ഉറപ്പാണ് സൈത്. മറ്റു പല മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടിന്റെ ഒരു കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായി പോയാലും അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ മഹാഭൂരിപക്ഷവും H സലാമിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല, ഒന്നുമില്ല. അതാണ് സാഹചര്യം. എന്തായാലും പ്രതീക്ഷിക്കുന്ന സാഹചര്യം അതാണ്. എന്തായാലും ജി സുധാകരൻ ചോർത്തുന്ന ഇടതുപക്ഷ വോട്ടുകൾ, UDF-ന്റെ പരമ്പരാഗത വോട്ടുകൾ, ഇത് ചേർത്താൽ ജയിച്ചു കയറാമെന്ന സിമ്പിൾ ഇക്വേഷനാണ് UDF-ന് മുന്നിലുള്ളത്. അവിടെ എല്ലാ അനുകൂല സാഹചര്യമുണ്ടെന്ന് അവർ കരുതുന്നതിന് കാരണം അതാണ്. പക്ഷേ ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ നടത്തി എന്നതാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും UDF-ന് വലിയ ആത്മവിശ്വാസമുണ്ടപ്പോഴും LDF ആത്മവിശ്വാസം കൈവിടാത്ത മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് അമ്പലപ്പുഴ. അതെ, LDF ഇപ്പോഴും കഴിയില്ല. കാരണം ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. LDF-നെ സംബന്ധിച്ച് പാർട്ടി വോട്ടുകൾ, പാർട്ടിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. ആ അമ്പലപ്പുഴയിലെ പാർട്ടി വോട്ടുകൾ കാര്യമായ ചോർച്ച ജി സുധാകരൻ ഉണ്ടാക്കുന്നില്ല. പക്ഷേ പാർട്ടി അനുഭാവികളുടെ വോട്ടുകളിൽ അതിൽ ജി സുധാകരൻ വലിയ രീതിയിൽ ചോർച്ച ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു നേതാവാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ജി സുധാകരൻ ഒരു പ്രതിച്ഛായമുണ്ട്. ജി സുധാകരൻ ഒരു അഴിമതി രഹിതനായ നേതാവാണ് എന്നുള്ള പ്രതിച്ഛായ എന്തൊക്കെയായാലുമുണ്ട്. അതും ചിലപ്പോൾ ഒരു ഘടകം വരെ വോട്ടായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ അത്രത്തോളം ജി സുധാകരനെ പോലത്തെ നേതാവിനെ, ജി സുധാകരനെ ഉൾക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ രീതിയൊക്കെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യവുമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ സമയം കൊണ്ട് UDF-ഉം ജി സുധാകരനും ചേർന്ന് പോകാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ചില കല്ലുകടികളൊക്കെ വന്നെങ്കിൽ കൂടിയും എന്തായാലും അതെങ്ങനെ പ്രകടമായി എന്നുള്ള ഒരു കാത്തിരിപ്പിൻ്റെ സമയമാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന റിസൾട്ട് വരും ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം അമ്പലപ്പുഴയായിരിക്കും. മറ്റൊന്ന് പാലായാണ്. കഴിഞ്ഞ തവണ ഈ ആലുങ്ക വഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്നൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ UDF-ൽ നിന്ന് LDF-ലേക്ക് വരാനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം പലരും രാഷ്ട്രീയമായി അതിനകത്ത് വലിയ അപകടം കണ്ടപ്പോൾ ജോസ് കെ മാണിക്ക് KM മാണിയെ പോലെ ഈ പാർട്ടിയെ യോജിപ്പിച്ച് നയിക്കാൻ കഴിയുമോ, അത്ര രാഷ്ട്രീയ ബുദ്ധി ഉണ്ടോ എന്ന് കണ്ടപ്പോൾ അതിസാഹസികമായ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ശരിയാണെന്ന് സ്വന്തം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തുകയും കേരളത്തിലെ 1-ാം നമ്പർ കേരള കോൺഗ്രസ്സായി കേരള കോൺഗ്രസ് എമ്മിനെ നിലനിർത്തി. ഒരു കാഴ്ച പറഞ്ഞാൽ ഈ മാണിയുടെ അവസാന കാലത്തേക്കാൾ ശക്തമായി, KM മാണിയേക്കാൾ ശക്തമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.